ഹായ് ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ രോഹിത് തിരികെ വീട്ടിലേക്ക് എത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നും അറിയാത്ത ഭാവത്തിൽ തന്നെ വൈജയന്തിയോടും അതുപോലെ തന്നെ സഹോദരിമാരോടും ഒക്കെ സംസാരിക്കുന്നുണ്ട്. പക്ഷേ കൃഷ്ണയ്ക്ക് എന്തൊക്കെയോ നല്ല ഡൗട്ടുകൾ ഉണ്ട് കേട്ടോ. അങ്ങനെ പോലീസ് ചേട്ടനെ സംശയിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ രോഹിത്തിൻ്റെ ഉള്ളൊന്ന് പെടയാണേ. അങ്ങനെ രോഹിത് മുറിയിലേക്ക് ചെന്നിടനെ തന്നെ ഹരിയെ വിളിച്ച് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഹരി ചോദിക്കുന്നുണ്ട്, ആർക്കും സംശയമൊന്നും ഇല്ലല്ലോ? അത് പിന്നെ അമ്മ എന്നോട് ചോദിച്ചു, ഫുട്ബോളൊന്നും കാണാത്ത നീ എന്തിനാ ഫുട്ബോൾ മാച്ചിന് പോയെന്നൊക്കെ. പിന്നെ അവളുമാർ പറഞ്ഞു പോലീസിന് എന്നെയാ സംശയമെന്ന്. എനിക്ക് അലിനോട് ദേഷ്യമില്ലേ അതുകൊണ്ടെന്നൊക്കെ. എന്തെങ്കിലും കുഴപ്പമാകുമോ ഹരി എന്ന് ചോദിക്കുമ്പോൾ, നീ ടെൻഷൻ അടിക്കാൻ, നീ പേടിക്കൊന്നും വേണ്ട, ഇതുവരെയായിട്ടും ആർക്കും സംശയമൊന്നുമില്ല, ഇനി പേടിപ്പിച്ച് എല്ലാവരെ കൊണ്ട് സംശയിപ്പിക്കാതിരുന്നാൽ മതി നീ എന്നൊക്കെ പറയാൻ കേട്ടോ. നീ ധൈര്യമായിട്ടിരിക്കും. എന്തായാലും ആ അലീന എന്ന് പറയുന്നവൾ നമ്മളെ അങ്ങനെ ഒറ്റ കൊടുക്കുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അവളെ കണ്ട് മാപ്പ് പറഞ്ഞാണെങ്കിൽ മാപ്പ്, നമ്മുടെ വീട്ടുകാരും തന്നെ ഈ കാര്യങ്ങളൊന്നും അറിയരുത് എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണേ. അങ്ങനെ ബാലചന്ദ്രനാണെങ്കിൽ ആകെ സംശയങ്ങളാണ് കേട്ടോ. കാരണം എങ്ങനെ ഇതൊക്കെ സംഭവിച്ചു? അലീന എന്ന് പറയുന്ന ആൾ നല്ലൊരു സ്വഭാവക്കാരിയാണ്. അതുകൊണ്ട് തന്നെ മറ്റൊരു പുരുഷൻ അലീനയെ തേടി ഇവിടേക്ക് എത്തില്ല. ഇനി അലീനനെ എന്തെങ്കിലും ആരെങ്കിലും ഇനി ചതിച്ചതായിരിക്കുമോ? അതാരായിരിക്കും? പക്ഷെ അലീന വാതിൽ തുറക്കാതെ ഈ വീട്ടിലേക്ക് ഒരാൾ കയറി പോവുകയില്ല. പിന്നെ ഇതിനോടകം എന്ത് സംഭവിച്ചതായിരിക്കും? ആ കുട്ടി ഇനി ആരെയെങ്കിലും പേടിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള ചിന്തകൾ, എന്തൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ ബാലചന്ദ്രൻ്റെ മനസ്സിൽ ഇങ്ങനെ മിന്നി മറയാണ് കേട്ടോ. ആ ഇരിക്കുന്ന സമയത്തായിരിക്കും മനു ഫോൺ വിളിക്കുന്നുണ്ട്. മനു പറയുന്നുണ്ട്, അലീനയ്ക്കിപ്പോൾ ഭേദമായിട്ടുണ്ടോ എങ്കിലേ എങ്ങനെയായി കാര്യങ്ങളൊക്കെ എന്നൊക്കെ പറയാൻ കേട്ടോ. ഇവിടെയാണെങ്കിൽ ഹോസ്പിറ്റലിലൊന്ന് പോകാൻ പോലും അമ്മ സമ്മതിക്കണില്ല, പിന്നാലെ നടപ്പുണ്ട്. ഞാനെന്താണ് അവളുടെ ബൈസ്റ്റാൻഡറാണോ? അങ്ങനെയൊക്കെ ചോദ്യങ്ങളാണ്. ഞാൻ പറഞ്ഞു അവളെ കൂട്ടിക്കൊണ്ടുവന്ന് ഞാനല്ലേ, പിന്നെ നമുക്കും ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഇല്ലേ എന്നൊക്കെ ഞാൻ പറഞ്ഞു. പക്ഷേ ഇവിടെ സൗകര്യം തരുന്നില്ല. എങ്കിലും എനിക്ക് അലിയുടെ കാര്യത്തിൽ നല്ല ടെൻഷൻ ഉണ്ടെങ്കിലേ എന്തായിരിക്കും എന്നാലും സംഭവിച്ചിരിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. ഈ സമയത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഇതേ സംശയങ്ങൾ തന്നെയാടാ എനിക്കും. ഞാൻ ഒരു വേള കണ്ണടച്ചിട്ടില്ല. എന്തൊക്കെ ഈ വീട്ടിൽ സംഭവിച്ചെന്ന് എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. ആൻറ്റിക്ക് ഒരു കുഴപ്പമില്ല, ആൻറ്റി ഒന്നും സംഭവിക്കാത്തൊരു മട്ടിൽ ആൻറ്റി ഇതിലേ നടക്കുന്നത്. രോഹിത് അവിടെ വന്നെങ്കിലേ രോഹിത് ഇപ്പോൾ കയറി വന്നു, എന്തോ ഫുട്ബോൾ മാച്ച് ഉണ്ടെന്നോ അതിനൊക്കെ പോയതാണെന്നോ ഒക്കെ പറയുന്നത് കേട്ടു. എന്താടാ, അല്ല ഹരിയോ എന്ന് ചോദിക്കുമ്പോൾ ഹരിയും എവിടേക്കോ തിരിഞ്ഞിട്ട് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അവൻ്റെ മുഖത്ത് ആകെ ഒരു കള്ളലക്ഷണം. എനിക്ക് എന്തോ ഒരു പന്തികേട് തോന്നുന്നുണ്ടെങ്കിലേ എന്ന് പറയുമ്പോൾ, നീ എന്താ ഉദ്ദേശിക്കുന്നത്? അത് പിന്നെ രോഹിത്തും ഹരിയും അത്ര നല്ല സ്വഭാവക്കാരല്ല, രണ്ടും ഒരു വണ്ടി വെച്ച് കെട്ടാവുന്നവന്മാരാണ്. അപ്പോൾ ഇവന്മാരെന്തെങ്കിലും കുസൃതി ഒപ്പിച്ചോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. എന്തായാലും അലീനയുടെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരായ വെറുതെ വിടരുത്. അപ്പോൾ ബാലചന്ദ്രന് പറയുന്നുണ്ട്, അത് ശരിയാ, പക്ഷേ നീ എന്താ പറഞ്ഞു വരുന്നത്? ഇനി അലീനയുടെ ഈ ഒരു ആപത്തിന് കാരണം രോഹിത്തും ഹരിയുമാണെന്നാണോ നീ പറഞ്ഞു വരുന്നത്? അങ്ങനെ ഞാൻ തറപ്പിച്ച് പറയുന്നില്ല, പക്ഷേ അവരെ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇതിനു മുൻപ് കുറേ സംഭവങ്ങൾ ഇവിടെ നടന്നതല്ലേ. ആ ഒരു ഉദ്ദേശത്തിൽ ഞാൻ പറഞ്ഞത്. എന്തായാലും പാവം ഒരു പെൺകുട്ടിയെ ഈ വീട്ടിലേക്ക് വന്ന് കയറിയതിൽ പിന്നെ ആ കുട്ടിക്കൊരു സമാധാനം. ആര് എന്ത് കാണിച്ചെന്ന് പറഞ്ഞാലും അവളുടെ ജീവനൊന്നും സംഭവിച്ചില്ലല്ലോ, അത് തന്നെ വലിയൊരു കാര്യം. പാവം പെൺകുട്ടിയാങ്കിളെ അവൾ എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ശരിയാണ്, എനിക്കറിയാം അലീനയെക്കുറിച്ച്, അവളുടെ സ്വഭാവശുദ്ധിയെക്കുറിച്ച്. അവൾക്ക് ഒരബദ്ധം വരുത്താതെ തന്നെ എന്തോ ഈശ്വരാനുഗ്രഹം. പക്ഷേ ഇതിന് പിന്നിൽ ആരാണ്? അതിന് പിന്നിൽ നമ്മുടെ മക്കൾ തന്നെയാണോ എന്നൊക്കെ ഓർത്തിട്ട് എനിക്ക് വല്ലാത്തൊരു ടെൻഷനുണ്ട്. ഇപ്പോൾ നീ പറഞ്ഞപ്പോൾ ഞാൻ ഇതുവരെയായിട്ടും എൻ്റെ സംശയ കണ്ണുകൾ അവളുടെ മേലിൽ ചാർത്തിയിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു ഡൗട്ടൊക്കെ തോന്നുന്നുണ്ട് എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ സമയത്ത് മനു പറയുന്നുണ്ട്, അങ്ങനെ തറപ്പിച്ച് പറഞ്ഞതല്ല, പക്ഷേ അവന്മാരുടെ സ്വഭാവം വെച്ച് ഞാൻ പറഞ്ഞതാ എന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഞാനൊരു കാര്യം പറയട്ടെ, ഈ രോഹിത്തിനെ കൂടെ വഷളാക്കുന്നത് ഈ ഹരിയാട എന്ന് പറയുമ്പോൾ അതൊക്കെ എനിക്കറിയാം മംഗളെ, അതൊക്കെ എനിക്കറിയാം. പക്ഷേ ഇപ്പോൾ പലതും കണ്ടില്ല കേട്ടില്ല നടിക്കേണ്ട ഒരു അവസ്ഥയല്ലേ നമുക്ക്. എത്ര പറഞ്ഞാലും നന്നാകാത്ത ശരിയാകാത്ത അവന്മാരെ കുറിച്ച് പറഞ്ഞിട്ട് എന്ത് കാര്യം? അങ്ങനെ മനു ഫോൺ വെക്കാൻ കേട്ടോ. ഇതേ സമയത്ത് ബാലേന്ദ്രനാണെങ്കിൽ ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കുകയാണ്, ഇനി ഇതിനൊക്കെ പിന്നിൽ അവൻ പറഞ്ഞതുപോലെ രോഹിത്തും ഹരിയും കൂടെ ആയിരിക്കുമോ? ഇങ്ങനെ അവന്മാർ ചെയ്ത് എത്ര വലിയ പാപമാണ്. ഈ പാപക്കരകളൊക്കെ അവന്മാർ എവിടെ കൊണ്ട് കഴുകിക്കളയാൻ? ആ പെൺകുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്തേനെ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് കേട്ടോ ബാലചന്ദ്രൻ. ശേഷം ബാലചന്ദ്രനാണെങ്കിൽ അങ്ങനെ ചിന്തിച്ചിരിക്കുകയാണ്. ഇപ്പോൾ വൈജയന്തി വന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങളിപ്പോഴും ആ വേലക്കാരെക്കുറിച്ച് ആലോചിച്ച് ഇങ്ങനെ തല പോയിക്കേണ്ട കാര്യമുണ്ടോ? ഇത്രമാത്രം മനസ്സ് വിഷമിപ്പിക്കേണ്ട കാര്യമുണ്ടോ? അന്നേ അവളെ ഇവിടുന്ന് പറഞ്ഞു വിടുകയാണെങ്കിൽ ഈ വലിയ അവസ്ഥയുടെ കാര്യം ഉണ്ടായിരിക്കുമോ? ഏതോ അവന്മാർ അവളെ കാണാൻ വന്നിട്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു, അത്ര തന്നെ എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ സമയത്ത് ബാലേന്ദ്രൻ പറഞ്ഞിട്ട്, ഇങ്ങനെ കണ്ണീച്ചോരില്ലാതെ വർത്താനം പറയരുത് വൈജയന്തി. ആര് വന്നെന്ന് നീ പറയുന്നത്? അല്ലെങ്കിൽ എനിക്ക് നന്നായിട്ട് അറിയാം, നമ്മുടെ മക്കളെക്കാട്ടിലും ഏതായാലും നല്ല സ്വഭാവശുദ്ധിയും ഒക്കെ ഉള്ള ഒരു പെൺകുട്ടിയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ.
പിന്നെ നിനക്ക് ഒരു വിത്തുണ്ടല്ലോ അവനെ നീ സൂക്ഷിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങൾ ആരെക്കുറിച്ചാണ് പറഞ്ഞത്? വേറെ ആരെക്കുറിച്ച്? രോഹിതിനെ കുറിച്ച്. പിന്നെ നിൻ്റെ ആങ്ങളുടെ മോൻ, അതായത് ഹരി. ഇവർ രണ്ടുപേരെയുമാണ് എനിക്ക് സംശയം ഇതിനൊക്കെ പിന്നിൽ. ഉടനെ നമ്മുടെ വൈജയന്തി പറയുന്നുണ്ട്, നിങ്ങൾ എന്താ മനുഷ്യ ഈ പറയുന്നത്? അവരാണ് ഈ വേലക്കാരി പെണ്ണിനെ കുത്തിയതെന്നോ? നിങ്ങൾക്ക് എന്താ തലയ്ക്ക് ഭ്രാന്തുണ്ടോ? ഇനി പോലീസുകാർ വരുമ്പോൾ ഇങ്ങനെയുള്ള സംശയങ്ങളൊന്നും എഴുന്നള്ളിച്ചേക്കല്ല. സ്വന്തം അച്ഛൻ തന്നെ മകനെ കാട്ടിക്കൊടുത്തു എന്ന്. അപ്പോൾ നിനക്കും അറിയാമല്ലോ, എനിക്കറിയാമെന്നല്ല, ഞാൻ ആ ഒരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു പോയെന്നുള്ളൂ. എൻ്റെ മോനൊരിക്കലും അങ്ങനെ ചെയ്യില്ല. അല്ലെങ്കിൽ തന്നെ എൻ്റെ മോന് കോമൺ സെൻസ് ഇല്ലേ, ആ ഒരു വേലക്കാരിനെ എന്നൊക്കെ പറഞ്ഞിട്ട് വൈജയന്തി പുച്ഛത്തോടെ അങ്ങനെ പോകാനുണ്ടോ. ബാലചന്ദ്രൻ്റെ മനസ്സിൽ പിന്നീട് ഈ ഒരു സംഭവം ഇങ്ങനെ കിടന്ന് നീറുകയാണേ. അങ്ങനെ ബാലചന്ദ്രൻ കിടന്നിട്ട് ഉറക്കം പോലും പറഞ്ഞില്ല കേട്ടോ. അങ്ങനെ രാത്രിയാകുമ്പോഴേക്കും ബാലചന്ദ്രൻ അങ്ങനെ എണീറ്റ് നടക്കുകയാണേ. കാരണം ബാലചന്ദ്രൻ ഇതെല്ലാം കൂടെ മനസ്സിൽ കയറിയിട്ട് ആകെ ഒരു ബുദ്ധിമുട്ടായിരിക്കും. ബാലചന്ദ്രൻ നേരെ നടക്കുമ്പോൾ നമ്മുടെ രോഹിത്തിൻ്റെ റൂമിന് വാതിക്കൽ ചെല്ലാനുണ്ട്. അപ്പോൾ രോഹിത് ഫോണിൽ സംസാരിക്കാതിരിക്കുക. പെട്ടെന്ന് ബാലചന്ദ്രൻ ഈ സമയത്ത് ഇത് ആരോടാണ് സംസാരിക്കുന്നത് എന്ന് കരുതി അവിടെ ഒളിഞ്ഞു നിന്ന് കേൾക്കുമ്പോഴായിരിക്കും നമ്മുടെ രോഹിത്താണെങ്കിൽ ഹരിയെ വിളിച്ച് സംസാരിക്കുമായിരിക്കും കേട്ടോ. ആ വള്ളി പുള്ളി തെറ്റാതെ സകല കാര്യങ്ങളും നടന്ന കാര്യങ്ങൾ രോഹിത്ത് പറയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഇനി നമ്മളെങ്ങാനും പിടിക്കപ്പെടുമോ എങ്കിൽ ഈ നാട് വിട്ടേക്കണം. അങ്ങനെ എന്തെങ്കിലും ഒരു ഹിൻ്റ് ഉണ്ടെങ്കിൽ നമ്മളെ രക്ഷിക്കാൻ ഓരോരുത്തരും വരത്തില്ല. മനുവേട്ടനായിരിക്കും ആദ്യം നമ്മളെ കൊലയ്ക്ക് കൊടുക്കാൻ നിൽക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു നമ്മളാണെങ്കിൽ എന്തെങ്കിലും ഒരു ന്യൂസ് കിട്ടുക അപ്പോൾ ഇവിടുന്ന് മുങ്ങിയേക്കണം എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ ഇതെല്ലാം കേട്ട ബാലചന്ദ്രൻ ആകെ തകർന്നു പോകുകയാണ്. അപ്പോഴായിരിക്കും ബാലചന്ദ്രന് മനസ്സിലാകുന്നത് തൻ്റെ മകനും ഹരിയും കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു കൊടുഞ്ചതി ചെയ്തതെന്ന്. അങ്ങനെ ബാലചന്ദ്രൻ്റെ ഹൃദയം തന്നെ തകർന്നു പോകുകയാണ് കേട്ടോ. ബാലചന്ദ്രൻ നേരെ താഴേക്ക് റൂമിലേക്ക് വന്നു കേട്ടോ. അങ്ങനെ കുറേ വെള്ളമൊക്കെ എടുത്ത് കുടിച്ചിട്ട് അങ്ങനെ കിടക്കാൻ കേട്ടോ. എന്നിട്ട് ഇത് മനുവിനെ വിളിച്ച് ഇപ്പം തന്നെ പറയണോ? വേണ്ട, നേരം വെളുക്കട്ടെ, എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ആലോചിച്ച് ചെയ്യാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കാതിരിക്കുവേ. അങ്ങനെ ബാലചന്ദ്രനാണെങ്കിൽ രാവിലെ ആകുമ്പോഴേക്കും ഫോൺ എടുക്കാൻ കേട്ടോ. അങ്ങനെ പല പ്രാവശ്യം ചിന്തിക്കുന്നുണ്ട്, ആലോചിക്കുന്നുണ്ട് എന്ത് ചെയ്യണമെന്ന്. അങ്ങനെ മനുവിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാൻ കേട്ടോ. മനുവും ആകെ ഷോക്കാകുകയാണ്. അങ്ങനെ മനുവിന് സങ്കടം സഹിക്കാൻ വയ്യ കേട്ടോ. ഇത് കേൾക്കുമ്പോൾ മനുവിൻ്റെ ഹൃദയം തകർന്നു പോകാൻ കേട്ടോ. കാരണം മനുവിന് അലീനെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. അവളുടെ ജീവൻ പോകാൻ കാരണക്കാരി തൻ്റെ അനിയന്മാരാണെന്ന് അറിഞ്ഞിട്ട് മനുവിന് സങ്കടം സഹിക്കാൻ വയ്യാതിരിക്കാൻ കേട്ടോ. അങ്ങനെ മനുവാണെങ്കിൽ ബാലചന്ദ്രനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, അവന്മാരെ ഞാൻ ഇനി വെച്ചേക്കല്ല അങ്കളെ, ഞാൻ അവന്മാരെ ശരിയാക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, വേണ്ട, നിന്നോട് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. ഈ കാര്യങ്ങൾ പുറം ലോകത്ത് ആരും അറിയരുത്. കാരണം അവരുടെ ഭാവി അത് തകർന്നു പോകും. അതുകൊണ്ട് ഈ കാര്യങ്ങൾ ആരും അറിയരുത്. അലീനയ്ക്ക് അപകടമൊന്നും സംഭവിച്ചില്ലല്ലോ, അവളുടെ ജീവൻ തിരിച്ചു കിട്ടിയില്ലേ, ഇനി നമുക്ക് അങ്ങനെ കരുതി സമാധാനിക്കാം. ഇനിയൊരു ആപത്ത് ഉണ്ടാവാതെ നമുക്ക് ശ്രദ്ധിച്ചാൽ പോരെ. അതുകൊണ്ട് ഈ അങ്കിളിന് നീ ഒരു വാക്ക് തരണം, ഈ കാര്യം ആരും അറിയരുതെന്ന്. അങ്ങനെ മനു മനസ്സില്ലാ മനസ്സോടെ അങ്കിളിൻ്റെ വാക്ക് സമ്മതിക്കാൻ കേട്ടോ. പക്ഷേ മനു പറയുന്നുണ്ട്, ഇതിൻ്റെ തിരിച്ചടി ഞാൻ അവർക്ക് കൊടുത്തിരിക്കും അങ്കിളെ, അതിനുള്ള അവകാശമെങ്കിലും അങ്കിളെ എനിക്ക് തരണം എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ ആ ഒരു സമ്മതം വാങ്ങാൻ കേട്ടോ ബാലചന്ദ്രൻ. ശേഷം രോഹിത്താണെങ്കിൽ ഇറങ്ങി വരണുണ്ട് കോളേജിലേക്കാണെന്ന് പറഞ്ഞിട്ട് ഉല്ലസിച്ച് ആർത്തടിച്ച് ഇറങ്ങി വരികയാണ്. അത് കാണുമ്പോൾ തന്നെ ബാലചന്ദ്രൻ്റെ ഉള്ളും പിടയാണ് കേട്ടോ. അങ്ങനെ ബാലചന്ദ്രന് ദേഷ്യം സഹിക്കാൻ വയ്യാതെ എണീറ്റിട്ട് ഒരൊറ്റൊരെണ്ണം പൊട്ടിക്കാൻ കേട്ടോ രോഹിത്തിൻ്റെ കവിളിലേക്ക്. അപ്പോൾ രോഹിത്ത് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നുണ്ട്. ഇതെന്താ ഇപ്പോൾ സംഭവിച്ചത്? ഞാനൊന്നും ചെയ്തില്ലല്ലോ, പിന്നെ അച്ഛൻ എന്തിനാ എന്നെ അടിച്ച്? ആ ഒരു രീതിയിൽ ആകെ ചിന്താവിഷ്ടയായിട്ട് നിൽക്കാൻ കേട്ടോ. അങ്ങനെ പിന്നെ രോഹിത്തിനൊരു ഇതുണ്ട്, നീ അച്ഛൻ എന്തെങ്കിലും സത്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കോ? എന്താ അച്ഛാ, എന്തിനാ അച്ഛൻ എന്നെ തല്ലിയത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്ക് അത് പിന്നെ ഇന്നലെ നീ ക്ലാസ്സിൽ പോയില്ലേ എന്ന് ചോദിക്കാനുണ്ട്. ക്ലാസ്സിൽ പോയല്ലോ, പക്ഷേ കുറച്ച് വൈകി എത്തിയത്. അപ്പോൾ നിൻ്റെ സ്കൂളിൽ നിന്ന് ഒരാളെന്നെ വിളിച്ചിരുന്നു, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് ഇനി മേലെ കള്ളം പറഞ്ഞിട്ട് പോയേക്കരുത്. അതുകൊണ്ട് മര്യാദയ്ക്ക് ക്ലാസ്സിൽ പോകണം. ഇവിടുന്ന് ക്ലാസ്സിനാന്ന് പറഞ്ഞ് ഇറങ്ങിയ അത് കോളേജിലേക്കായിരിക്കണം, പിന്നെ കോളേജ് വിട്ട വീട്ടിലേക്കും. അതിന് വേണ്ടിയിട്ടുള്ള അടിയാണ് ഇത്. പലപ്പോഴും തരാതെ പോയതാണ് നിൻ്റെ ഈ തോന്നിവാസത്തിനെല്ലാം കാരണക്കാരൻ. ഒന്നും ഞാൻ അറിയുന്നില്ല എന്ന് നീ കരുതരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയൊരു ഹിൻ്റൊക്കെ കൊടുത്തിട്ട് നല്ലോണം പൊട്ടിക്കാനിട്ടോ രോഹിത്തിനിട്ട്. രോഹിത്ത് ഇതിപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? ഇങ്ങനെ ചെറിയ കാര്യങ്ങൾക്കൊന്നും അച്ഛൻ പ്രതികരിക്കുന്നില്ല, പിന്നെ ഇതെന്താ സംഭവിച്ചെന്നറിയാതെ രോഹിത്തിനും പിന്നെ അച്ഛൻ സത്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലായിരിക്കാം എന്നൊരു ചെറിയൊരു ആശ്വാസത്തിൽ രോഹിത്ത് അങ്ങനെ ഇറങ്ങിപ്പോകാൻ കേട്ടോ. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് വന്ന് വൈജയന്തി ചോദിക്കുന്നത്, നിങ്ങൾ എന്തിനാ അവനെ തല്ലിയത്? നിങ്ങൾക്ക് എന്തെങ്കിലും ദേഷ്യമോ സങ്കടമോ ഒക്കെ ഉണ്ടെങ്കിൽ അത് എൻ്റെ മക്കളുടെ നേർക്കല്ല തീർക്കേണ്ടത്. ആ വേലക്കാരി അവിടെ ഹോസ്പിറ്റലിൽ കിടക്കുന്നതിൻ്റെ ചുരുക്കമായിരിക്കും നീ മക്കളോട് തീർക്കുന്നത് എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ്റെ എന്താ കൺട്രോൾ വിട്ട് പോകുകയാണ്. ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നീ ഇങ്ങനെ വളർത്തി വഷളാക്കി വെച്ചതുകൊണ്ട് അവന്മാരും ഇങ്ങനെ ആയിരിക്കരുത്, എന്നെക്കൊണ്ടൊന്നും പറയിക്കാനും സമ്മതിക്കത്തില്ല, നീ ഒട്ടൊന്നും പറയുകയില്ല, അതുകൊണ്ടാണ് ഇങ്ങനായി പോയത്. ഇപ്പോഴേ കുറച്ച്
ഒതുക്കി വെച്ചില്ലെങ്കിൽ നാളെ നീ ഇതിനെയൊക്കെ ഓർത്ത് എന്താ കരയേണ്ടി വരും, അനുഭവിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ബാലചന്ദ്രൻ അങ്ങനെ ഇറങ്ങി പോകാൻ കേട്ടോ. ഉടനെ വൈജയന്തി പിള്ളേരോട് പറയുന്നുണ്ട്, ഇതെന്താ നിങ്ങൾ അച്ഛനെ സംഭവിച്ചത്, അങ്ങർക്ക് ഭ്രാന്താണോ, അവൾ ഹോസ്പിറ്റലിൽ കിടക്കുന്നതിൻ്റെ ചുരുക്ക് പിള്ളേരോടാണ് തീർക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് വൈജയന്തി പറഞ്ഞിട്ട് എനിക്ക് ഓഫീസിലേക്ക് പോകാൻ സമയം ഇട്ടുപ്പത്ത് പണിയുണ്ടോ, ഒരു കണക്കിന് അവളുണ്ടായിരുന്നപ്പോൾ ഒന്നും അറിയണ്ടായിരുന്നു, ഒരുങ്ങി വന്ന് ഇരുന്നാൽ മതിയായിരുന്നു, ഇതിപ്പോൾ സകല പണിയും ചെയ്യണം, ഉണ്ടായിരുന്ന ജോലിക്കാരിയോട്ട് പറഞ്ഞും വിട്ടു എന്ന് പറഞ്ഞിട്ട് വൈജയന്തി നേരെ മുത്തശ്ശിയുടെ റൂമിലേക്ക് ചെല്ലാൻ കേട്ടോ. എന്നിട്ട് മുത്തശ്ശിക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കുമ്പോഴത്തേക്കിനും പറയുന്നുണ്ട്, അവളുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ എല്ലാം കറക്റ്റിന് തന്നേനെ, ഇതിപ്പോൾ ഇവിടെ ആർക്കും നേരമില്ല എന്ന് പറയുമ്പോഴത്തേക്കിനും വൈജയന്തി പറയുന്നുണ്ട്, ഇപ്പോൾ ആശുപത്രി കിടക്കുന്ന അവളെ വിളിച്ചുകൊണ്ട് വരാൻ പറ്റില്ലല്ലോ, ഇപ്പം ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ, അമ്മ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും എന്നൊക്കെ പറയണ്ട, അമ്മയ്ക്ക് എടുത്തരാതൊന്നും ഇരിക്കുന്നില്ലല്ലോ, പിന്നെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റും എന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട്, അതാ ഞാൻ പറഞ്ഞത്, അവളുണ്ടായിരുന്നെങ്കിൽ എല്ലാം കൃത്യമായിട്ട് ചെയ്തേനെ, ഈ പണിയുടെ ഇടയ്ക്കിലും എൻ്റെ കാര്യങ്ങൾക്ക് ഒരു കോട്ടവും വരത്തില്ല, ഇപ്പോൾ നിനക്ക് എന്ത് ബുദ്ധിമുട്ടാണ്, ഇതുപോലെ അവൾ ഓരോ ദിവസം ഇവിടെ പണി ചെയ്യുന്നത്, അല്ലോ അമ്മയുടെ പറച്ചിൽ കേട്ടാത്തൊന്നുമില്ലോ, അവളിവിടെ ചുമ്മാ ജോലി ചെയ്യാൻ അവൾക്ക് എണ്ണി ശമ്പളം കൊടുക്കുന്നുണ്ട്, പാവം അവൾ ഹോസ്പിറ്റലല്ലേടി, എങ്ങനെയുണ്ടടി അവൾക്ക് വരാറായോ, അവളുടെ അസുഖം ഭേദമായോ എന്നൊക്കെ ചോദിക്കും. അതൊന്നും ഞാൻ അന്വേഷിച്ചില്ല, പിന്നെ വയറിന് നല്ല ആഴത്തിലുള്ള മുറിവായതുകൊണ്ട് കുറേ നാൾ പിടിക്കും ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലെത്താൻ, ഇനി വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മൾ നോക്കേണ്ട ഗതികേട് വരുമെന്നാണ് എൻ്റെ പേടി, അപ്പോഴാ അമ്മയുടെ എന്നൊക്കെ പറഞ്ഞിട്ട് വൈജയന്തി അങ്ങനെ ഓഫീസിലേക്ക് പോകാനിട്ടോ. മുത്തശ്ശിയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്, മുത്തശ്ശിയുടെ മനസ്സിനകത്ത് ആകെ വിഷമമാണ് കേട്ടോ, കാരണം അലീനയ്ക്ക് ഇങ്ങനൊരു ദുരന്തം സംഭവിച്ചല്ലോ. വൈജയന്തിയുടെ വാക്കുകളൂടെ കേട്ടപ്പോൾ മുത്തശ്ശിക്ക് സഹിക്കാനാവുന്നില്ല കേട്ടോ. അങ്ങനെ മുത്തശ്ശിയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരികയാണ് കേട്ടോ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് വർഷയും കൃഷ്ണനും കൂടെ ഇങ്ങനെ കൃഷ്ണനും ഇതും കൂടെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ എന്താ ഇവിടെ സംഭവിച്ചത്, അച്ഛൻ എന്തിനായിരിക്കും രാമനോട് ഇത്ര ദേഷ്യപ്പെട്ടത്, എന്തോ സംഭവങ്ങൾ ഇതിനിടയിൽ ഉണ്ട് ചേച്ചി എന്നൊക്കെ കൃഷ്ണമോള് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അലീനയാണെങ്കിൽ റിക്കവറായി വരുന്നതൊക്കെയാണ് കേട്ടോ. പക്ഷേ അലീന സത്യങ്ങൾ ആരോടും പറയുന്നില്ല കേട്ടോ. അതിൻ്റെ അനിയന്മാരെ സംരക്ഷിക്കാനായിരിക്കും കേട്ടോ അലീന ശ്രമിക്കുന്നത്. പക്ഷേ അത് ഹരിയും രോഹിത്തും മുതലെടുക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ടേ.